ഒരു കഥ പറയാം. പണ്ട് വേനലവധി കാലത്ത് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോയ സമയത്ത് അവിടെ നടന്നൊരു സംഭവമാണ്. അന്ന് വെച്ചാൽ കരണ്ടൊന്നുമില്ല, ഇടവഴിയിലൂടെ വേണം പിന്നെ പോവാൻ, റോഡും ഇല്ല, ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല. അച്ഛൻ്റെ പെങ്ങളെ മോൻ അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലാണ്, നമ്മളെക്കാൾ 8-9 വയസ്സ് മൂത്തതുമാണ്. ആളൊരു ദിവസം അവൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ആൻറ്റീന്നാ വിളിക്കല, ആൻറ്റി പറഞ്ഞ് നീ പുട്ടിൻ്റെ പൊടി പൊടിച്ചിട്ടു വാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പുട്ട് പൊടിയെല്ലാം കൊടുത്തു വിട്ട്. അവൻ എന്ത് ചെയ്തു, ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പോയിട്ട് പൊടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് 6 മണിയായപ്പം വീട്ടിൽ വന്ന്. എന്നിട്ട് ടോർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിരട്ടിലും മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് അവൻ പുട്ടുപൊടി പൊടിക്കാൻ മില്ലിലേക്ക് പോയി. റെയിലും കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. 8 മണിയായിട്ട് 9 മണിയായിട്ട് അവൻ വരുന്ന കാണാനിട്ട് ആകെ പേടിച്ച് ഞാനും ആൻറ്റിയും കൂടി റോഡിലെ സൈഡിൽ ഇങ്ങനെ പോയിക്കുക. റോഡല്ല, ഇടയുടെ സൈഡിൽ ഇങ്ങനെ പോയിക്കുക. അന്നേരം അപ്പുറത്തെ വീട്ടിലൊരു മേസ്തിരി പണിയും കഴിഞ്ഞ് പോന്നിട്ടേന്. അവര് ചോദിച്ചു നിങ്ങളെന്തായാലും അന്നേരം സംഭവം പറഞ്ഞ് നിങ്ങളല്ലാണ്ട് കുട്ടീനെ പയക്കോ ആടെ ട്രെയിനിനാരോ തട്ടിയിട്ട് ഉണ്ട്, എല്ലാവരും കുറേ ആൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആകെ പേടിച്ച് നമ്മൾ മില്ലിലേക്ക് ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ കാണാം ചിരട്ടയിൽ മെഴുകുതിരിയും പൊടിച്ച പൊടിയെല്ലായിട്ട് ആള് വരുന്നു. അന്ന് ആൻറ്റി പോയിട്ട് പുട്ടുപൊടി വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഇവന് ചടപട അടി കൊടുത്ത് കരഞ്ഞോണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചു ആൻറ്റി എന്തിനാണ് തിരിച്ചു വന്നിട്ടും തല്ലീന്, എന്തിനാ അടിക്കേണ്ട കാര്യം എന്നെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച്. അപ്പം അന്ന് എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. ട്രെയിൻ തട്ടി മരിക്കുമോ അല്ലെ എന്തെങ്കിലും ബെമാരാണോ അങ്ങനത്തെ ഒന്നും എൻ്റെ മനസ്സിലേ ഇല്ല, അങ്ങനത്തെ എൻ്റെ ഫീലിങ്സ് ഇല്ല. പക്ഷെ ഇന്ന് കാലങ്ങൾ ഒരുപാട് കടന്നു പോയപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ന് എന്തിനാണ് ആൻറ്റി വേവലാതിപ്പെട്ടത്. കാരണം ഇന്ന് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, അതുകൊണ്ട്